ഇലക്ട് എ ക്ലൗൺ എക്സ്പെക്ട് എ സർക്കസ്. ഒരു കോമാളിയെ തെരഞ്ഞെടുത്താൽ സർക്കസ് പ്രതീക്ഷിക്കാം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതു മുതൽ രാജ്യം സ്ഥിരമായി കാണുന്നത്. സർക്കാരിന്റെ വീഴ്ചകളിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഡൽഹിയിൽ മോദി സർക്കാർ ഒരു AI സമ്മിറ്റ് നടത്തി. ആ സമ്മിറ്റിൽ സംഭവിച്ച വലിയ വലിയ നാണക്കേടുകളെക്കുറിച്ചല്ല ഈ വീഡിയോ അനലൈസ് ചെയ്യുന്നത്, മറിച്ച് അതിൽ പങ്കെടുക്കാനെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെ നരേന്ദ്രമോദി സ്വീകരിക്കുന്നതിനെ കുറിച്ചാണ്. വളരെ രസകരമായ ഈ ദൃശ്യങ്ങൾ ശരിക്കും കാണേണ്ടതാണ്. രാജ്യത്തെ ഇതുപോലെ നാണം കെടുത്തുന്ന മറ്റൊരു വ്യക്തി ഇന്ത്യയിലില്ല. അതുപോലെ തന്നെ നരേന്ദ്രമോദിക്ക് പറ്റിയ ഒരു ഇംഗ്ലീഷ് ട്യൂട്ടറേയും ഈ വീഡിയോയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആദ്യാവസാനം ചിരിക്കാനും ചിന്തിക്കാനുമുള്ള വക ഇതിലുണ്ട് എന്ന് ഉറപ്പ് നൽകുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കഴിഞ്ഞ ദിവസമാണ് AI സമ്മിറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മുംബൈയിൽ വിമാനം ഇറങ്ങിയത്. അതിനുശേഷം ഈ സമ്മിറ്റ് നടക്കുന്ന ഡൽഹിയിൽ അദ്ദേഹം വന്നിറങ്ങിയപ്പോഴാണ് നരേന്ദ്രമോദി നേരിട്ട് എന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അതിൻ്റെ 19 സെക്കൻഡുള്ള വീഡിയോ അദ്ദേഹം തന്നെ എക്സിൽ പങ്കുവച്ചതാണ് ഇത്. അതിൻ്റെ കണ്ടന്റ് എന്താണ് എന്ന് കാണുന്നതിന് മുൻപ് ഈ വീഡിയോയുടെ ഒരു പ്രത്യേകതയും വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസവും അന്തസ്സുമുള്ള പ്രസിഡന്റുമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും ആഭിജാത്യം ഉള്ള പെരുമാറ്റവും ഈ പോസ്റ്റിൽ വ്യക്തമായി തെളിഞ്ഞു കാണാം. അത് എന്താണെന്ന് മനസ്സിലായോ? അദ്ദേഹം പങ്കുവച്ച ഈ വീഡിയോ വെർട്ടിക്കലായി ഫോൺ കൊണ്ട് എടുത്ത വെറും ഒരു സാധാരണ വീഡിയോ ആണ്. അല്ലാതെ നൂറുകണക്കിന് ക്യാമറകൾ ചുറ്റും നിരത്തി മോദി കാണിക്കുന്നത് പോലെയുള്ള ചീപ്പ് റീല് ഷൂട്ട് ചെയ്യുകയല്ല അദ്ദേഹം ചെയ്തത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള ആരോ ഒരാൾ സ്വന്തം ഫോണിൽ പകർത്തിയ വീഡിയോ ആയിരിക്കും ഇത്. അന്തസ്സുള്ള ലോക നേതാക്കൾ ആരും മോദിയെപ്പോലെ തരംതാണ രീതിയിൽ നൂറുകണക്കിന് ക്യാമറാമാന്മാരെയും ആയിട്ടല്ല പുറത്തിറങ്ങുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. അദ്ദേഹം പങ്കുവച്ച ഈ 19 സെക്കൻഡുള്ള വീഡിയോ കാണുമ്പോൾ മോദി എന്നുള്ളത് എത്തരത്തിലുള്ള ആളാണ് എന്ന് വ്യക്തമായി മനസ്സിലാവും. വളരെ ശ്രദ്ധിച്ചു കാണുകയും അതുപോലെ അതിലേറെ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യണം ഇതിൽ പറയുന്നത് എന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. Enjoyed Mumbai? I love. The body went for jogging? Yeah, you know everything. What is the Indian media? ഇതിൽ മോദി സംസാരിക്കുന്ന ഭാഷ എന്താണ് എന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ താഴെ ആ ഭാഷ എന്താണ് എന്ന് ഒന്ന് കമന്റ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം എനിക്ക് ഒരു ചുക്കും മനസ്സിലായില്ല. ഒരു 20 പ്രാവശ്യമെങ്കിലും മോദി പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഞാൻ ഇത് കാണുകയുണ്ടായി. എന്നിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല. അവസാനം ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ചില വാക്കുകൾ കഷ്ടിച്ച് മനസ്സിലായത്. ഇവിടെ മോദി സംസാരിക്കുന്ന ഭാഷ മോംഗ്ലീഷ് ആണ്, അല്ലെങ്കിൽ മൊഡിംഗ്ലീഷ് ആണ്. മോദിയുടെ വേർഷനിലുള്ള ഇംഗ്ലീഷ്. ആദ്യം കൈ കൊടുത്തുകൊണ്ട് മാക്രോണിന്റെ മുതുകിൽ ശക്തമായി അടിച്ചുകൊണ്ട് പറയുന്നത് വെൽക്കം മൈ ഫ്രണ്ട് എന്നാണ്. പിന്നീട് പറയുന്നത് ഹൗ ഡു യു എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് പൂർണ്ണമായും തെറ്റാണ്. ഹൗ ഡു യു ഡു എന്നാണ് ചോദിക്കേണ്ടത്. അതിനു പകരം മോദി പറയുന്നത് ഹൗ ഡു യു. പിന്നീട് പറയുന്നത് യാതൊരു പിടിയും കിട്ടുന്നില്ല. എന്നാൽ ജോഗിങ് എന്ന് പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒരുപക്ഷെ മോദി ചോദിച്ചത് മാക്രോൺ മുംബൈയിൽ രാവിലെ ജോഗിങ്ങിന് പോയതിനെ കുറിച്ചായിരിക്കും. പിന്നീട് ചോദിക്കുന്നത് എൻജോയ്ഡ് മുംബൈ. പ്രൊനൗൺസിയേഷൻ എങ്ങനെയെങ്കിലും ആകട്ടെ, ചോദിക്കേണ്ടത് ഡിഡ് യു എൻജോയ് മുംബൈ എന്നാണ്. അല്ലാതെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത് പോലെ എൻജോയ്ഡ് മുംബൈ എന്ന് പറഞ്ഞാൽ അതൊരു ചോദ്യമാവില്ല, മറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പറഞ്ഞിട്ട് മാക്രോണിന്റെ കൈപിടിച്ച് ശക്തമായി കുലുക്കിക്കൊണ്ട് സ്ഥിരമായുള്ള ഹിസ്റ്റീരിയ പിടിച്ച ചിരിയാണ് കാഴ്ചവെക്കുന്നത്. അവിടെ എന്താണ് ഇതുമാതിരി ഊളം ചിരിച്ചിരിക്കാനുള്ള തമാശ എന്ന് എനിക്ക് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പിടികിട്ടുന്നുണ്ടോ? പിന്നീട് പറയുന്നത് വാട്ട് ഈസ് വെൻ ഫോർ ജോഗിങ് എന്നാണ് എന്ന് തോന്നുന്നു. അതിന്റെ അർത്ഥം എന്താണ് എന്ന്
മോദി ദൈവത്തിന് മാത്രമേ അറിയൂ. മുംബൈയിൽ ജോഗിങ്ങിന് പോയതിനെക്കുറിച്ചായിരിക്കും ചോദിച്ചത് എന്ന് വിചാരിച്ച് ആവാം മക്രോൺ യു നോ എവറിത്തിങ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നീണ്ട വെകിളി പിടിച്ച ചിരിയാണ് ചിരിക്കുന്നത്. ഊറിയൂറി ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പറയുന്നതാണ് ഏറ്റവും രസകരമായത്. അത് വീണ്ടും വീണ്ടും കേട്ടുകൊള്ളൂ. മാക്രോണിനും മനസ്സിലാവുന്നില്ല, നമുക്കും മനസ്സിലാവുന്നില്ല, രാജ്യത്തെ ജനങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മോദിക്കും മന്ദഭക്തർക്കും മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. എനിക്ക് 100% ഉറപ്പാണ്, നമ്മളിൽ ആർക്കും മനസ്സിലായില്ലെങ്കിലും മോദി ഭക്തർക്ക് ഇത് വ്യക്തമായി മനസ്സിലായി എന്നുള്ളത്. ഇത് മൊത്തത്തിൽ ഒന്നുകൂടി കേട്ടുകൊള്ളൂ. Welcome, my friend. How are you? Everything is okay? Yeah, Enjoyed Mumbai? I love. The morning went for jogging? Yeah, you know everything. Oh, the Indian media. സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ മീഡിയകൾ ആയിരുന്നു ഇത് പോസ്റ്റ് ചെയ്തത് എങ്കിൽ അവർ സ്ഥിരമായി ചെയ്യുന്നത് പോലെ ഈ ശബ്ദം മ്യൂട്ട് ആക്കിയേനെ. അങ്ങനെ മോദിയുടെ മുഖം രക്ഷിക്കാൻ അവർ സ്ഥിരമായി ചെയ്യുന്ന പണി ചെയ്യും. എന്റെ സംശയം, ഇന്ത്യക്കാരെ ട്രോളുന്നതിനു വേണ്ടി, മോദിയെ ട്രോളുന്നതിനു വേണ്ടി മാക്രോൺ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ ആവില്ല. അതുപോലെ ഇതിൽ മോദി ധരിച്ചിരിക്കുന്ന ആ ചുരിദാർ അതിമനോഹരമാണ് എന്ന് പറയണ്ടു അല്ലേ? ഇയാൾക്ക് മാന്യമായ ഒരു വസ്ത്രം ധരിക്കാൻ പോലും തോന്നാത്തത് എന്താണ്? പല രാജ്യങ്ങളിലെ ആളുകളും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അവർക്ക് ഒരു ആക്സെന്റ് ഉണ്ട്. കാരണം ഇംഗ്ലീഷ് അവരുടെ മാതൃഭാഷയല്ല എന്നുള്ളതാണ്. ഇമ്മാനുവൽ മാക്രോൺ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും ഒരു അമേരിക്കക്കാരനോ ഓസ്ട്രേലിയക്കാരനോ ഇംഗ്ലണ്ടുകാരനോ സംസാരിക്കുന്നത് പോലെയല്ല സംസാരിക്കുന്നത്. അത് സാധാരണമാണ്, സ്വാഭാവികമാണ്. എന്നാൽ ഇന്ത്യയുടെ കാര്യം വളരെ വിഭിന്നമാണ്. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഷയാണ് ഇംഗ്ലീഷ്. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഓർക്കണം, ഏറ്റവും കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകത്തിലെ 2ാമത്തെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിൽ ഇംഗ്ലീഷ് ആണെന്ന പേരിൽ അപശബ്ദം പുറപ്പെടുവിക്കുന്നത്. അതും പോരാഞ്ഞാണ് ഒരുമാതിരി ഹിസ്റ്റീരിയ ബാധിച്ച പോലെയുള്ള മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ കാണിക്കുന്നത് പോലെയുള്ള ചിരി. ഇമ്മാനുവൽ മാക്രോൺ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇന്ത്യക്കാരെ ലോകത്തിന് മുൻപിൽ അപമാനിക്കുന്നതിന് വേണ്ടിയാണോ ശബ്ദത്തോടെ ഈ വീഡിയോ പുറത്തുവിട്ടത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു അന്തസ്സോടെ പെരുമാറാൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കഴിയില്ല, അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ്. അതുപോലെ ഇത്ര കാലം മുഖ്യമന്ത്രിയായിരുന്നിട്ടും 12 വർഷം പ്രധാനമന്ത്രി ആയിരുന്നിട്ടും ലോകം മൊത്തം സഞ്ചരിച്ചിട്ടും ബേസിക് ഇംഗ്ലീഷ് പറയാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബുദ്ധിയുടെ ഒരു അംശം പോലും ഇല്ല എന്നുള്ളതാണ്. എളുപ്പത്തിൽ ഭാഷകൾ പഠിക്കുന്നത് ഇന്റലിജൻസിന്റെ ഒരു വലിയ ലക്ഷണമാണ്. എന്നാൽ എളുപ്പത്തിൽ വേണ്ട, 25 വർഷത്തോളം ഭരണത്തിലിരുന്നിട്ടും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഇത്രയധികം ടൂർ അടിച്ചിട്ടും ഇതാണ് ഗതി. മോദിക്ക് നല്ലതുപോലെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കുവാൻ ഞാൻ ഒരു മികച്ച ഇംഗ്ലീഷ് ട്യൂട്ടറെ സജസ്റ്റ് ചെയ്യുകയാണ്. Congratulate Team India for their wonderful performance in England. They shown remarkable character and made everyone proud. We are up 2-1 in Test series and we will do best in 5th Test. ഇദ്ദേഹത്തെ പോലെ ഇത്ര മികച്ച ഒരു ഇംഗ്ലീഷ് അധ്യാപകനെ മോദിക്ക് ലോകത്തെവിടെയും കണ്ടെത്താൻ സാധിക്കുകയില്ല. അതിനാൽ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ കീഴിൽ ഇംഗ്ലീഷ് പഠിക്കാൻ മോദിയോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ വിദേശ രാജ്യ തലവന്മാരുടെ മുൻപിലുള്ള ഈ ഊളൻ ചിരിയും ചപ്രാച്ചി പ്രവൃത്തിയും ഒഴിവാക്കി അന്തസ്സോടെ സംസ്കാരത്തോടെ ഒന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ രാജ്യത്തിന് ഇത്ര മാനക്കേട് ഉണ്ടാവുകയില്ല എന്ന് ഉപദേശിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?